അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് മനോഹരമാക്കാം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഖത്മുൽ ഖുർആൻ്റെ 94-ാമത്തെ ക്ലാസ്സാണ്. സൂറത്തു തൗബ 75-ാമത്തെ ആയത്ത് മുതൽ. ഈ ഒരു ദിവസം നമ്മൾക്ക് മറക്കാതെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പുറമെ മറ്റു സൂറത്തുകളും, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരായ ആളുകൾ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സിലാണ്. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് ക്ലാസ് കേൾക്കുകയും പഠിക്കുകയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാരായണം ചെയ്യുകയും ചെയ്യാൻ പറ്റിയ, ഖത്മ് തീർക്കാൻ പറ്റിയ ഒരു ക്ലാസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാണുന്നവരൊക്കെ വിശുദ്ധ ഖുർആൻ മറിച്ചുകൊണ്ട് ഖുർആനിലേക്കും ക്ലാസ് കേട്ടുകൊണ്ടൊക്കെ പാരായണം ചെയ്യുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ ലഭിക്കണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്താൽ നമ്മൾ അയക്കുന്ന വീഡിയോകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണ്. സൂറത്തു തൗബയാണ്. അഊദ് മാത്രം ഓതിയാൽ മതി. വളരെ ലളിതമായ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. നമുക്കൊന്ന് മനോഹരമാക്കാം. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. തുടക്കം ശ്രദ്ധിക്കുക. മീമിൻ്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. സുക്കൂനുള്ള മീമ് വന്നു. വമിൻഹും, അവിടെ ഒരു മീമ് വന്നല്ലോ. മീമിന് ഫത്ഹ കസ്റ ഒന്നുമില്ല, അപ്പോൾ പിന്നെ സുക്കൂനാണ് അല്ലേ. ഒന്നും ഇല്ലെങ്കിൽ പിന്നെ സുക്കൂനാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് തന്നെ വന്നു. മീമിൻ്റെ നിയമങ്ങൾ 3 മീമിൻ്റെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് തന്നെ വന്നാൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൊടുത്തുകൊണ്ട് കൂട്ടി യോജിപ്പിക്കുക, മണിക്കുകയും ചെയ്യാം എന്ന് പറയാം. വമിൻഹും മൻ, മീമിൻ്റെ ശേഷം സ്കൂളിലെ മീമിൻ്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക അല്ലേ. ബാക്കിയുള്ള മീമുകളൊക്കെ മീമിൻ്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിൻ്റെ ശേഷമുള്ള അക്ഷരമാണ്. ബാക്കി ഏത് അക്ഷരം വന്നാലും, ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ബാക്കി ഏത് അക്ഷരം വന്നാലും മീമ് വ്യക്തമായിട്ട് മീമിന് സുക്കൂനിൻ്റെ ചിഹ്നമുണ്ടെങ്കിൽ മീമ് വ്യക്തമായിട്ട് സുക്കൂനോടുകൂടി ചുണ്ട് പൂട്ടിക്കൊണ്ട് പറയുക. ഇവിടെ വമിൻഹും മൻ എന്ന് പറയാൻ പറ്റൂല. വമിൻഹും മൻ, അപ്പോൾ 2 മീമായി അല്ല. ഇവിടെ 2 മീം കൂടി ഒരു മീമാക്കി മിക്സ് ആക്കണം. എന്നിട്ട് മണിക്കുകയും ചെയ്യാം. ومنهم من عاهد الله لئن آتانا من فضله لنصدقن നസ്റദ്ദഖന്ന ഒന്ന് പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ ശരിയാവില്ല. സ്വാദിന് ശബ്ദുണ്ട്, ദാലിന് ശബ്ദുണ്ട്, ഖാഫിന് ശബ്ദില്ല, നൂനിന് ശബ്ദുണ്ട്. ലനസ്റദ്ദഖന്ന വലനകൂനന്ന മിനസ് സ്വാലിഹീൻ. ആ ഒരു രൂപത്തിൽ പറഞ്ഞു. നൂന് ശബ്ദമുള്ള നൂനാണ്, മണിക്കണം. അത്ര മണിക്കണ്ട. സാധാരണ ന എന്ന് പറയുന്ന ഒന്നുകൂടി ഡബിളാക്കി പറയാം.
لنصدقن ولنكونن من الصالحين. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ 3 പ്രാവശ്യമെങ്കിലും ഓതും. ആദ്യം 2 പ്രാവശ്യം, പിന്നെ അവസാനമായിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും തുടക്കം മുതൽ ഓതിക്കൊണ്ട് ഖത്ബ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. 76 فلما آتاهم من فضله. അവിടെ നേരത്തെ പറഞ്ഞു മീമിൻ്റെ നിയമം. من فضله بخلوا به وتولوا وهم معرضون. ഇതൊക്കെ നമ്മൾ കൂട്ടി വെക്കണം. വതവല്ലൗ എന്ന് പറയുന്നത് വാവിന് സുക്കൂനില്ല. വതവല്ലവഹും മണിക്കണ്ട. വതവല്ലവഹും വഹും അവിടെ 3 എന്നുള്ളത് മണിക്കണം. വഹും മുഅ്രിദൂൻ. ഒന്നുകൂടെ. فلما آتاهم من فضله. ഫലം ശബ്ദമുള്ള മീമാണ് മണിക്കണം, പുറമെ നീട്ടുകയും ചെയ്യണം. فلما آتاهم من فضله من فضله بخلوا به وتولوا وهم معرضون. فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون. فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله. അഖ്ലഫു എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരം വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ് വന്നാൽ അഖ്ലഫുല്ലാ, അവിടെ അല്ലാഹു എന്നതിന് ഷദ് വന്നു. നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരമാണ് നോക്കണം. അഖ്ലഫു എന്നാണുള്ളത്. ശേഷമുള്ള ഷദ്ദോ സുക്കൂന വരുന്നാൽ പിന്നെ നീട്ടുകയില്ല. അഖ്ലഫുല്ലാഹ എന്ന് വായിക്കൂല. ഷദ് വന്നാൽ സുക്കൂൻ വന്നാൽ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു വബിമാ കാനൂ യക്ദിബൂൻ. അലം യഅലമു സുക്കൂനുള്ള മീമാണ്. മീമിൻ്റെ നിയമങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത്. നൂനിൻ്റെ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പറയാം. അലം യഅലമു, അലം ഷദ്ദുള്ള പിന്നെ സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം നേരത്തെ പറഞ്ഞു സുക്കൂൻ്റെ ചിഹ്നമുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്യുക, അവിടെ ഇദ്ഹാർ ചെയ്യുക, വ്യക്തമാക്കുക. അലം യഅലമു, അലം എന്നല്ല, അലം യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും. യഅലമു അവിടെ സുക്കൂനുള്ള മീമാണ്. അല്ല അത് പിന്നെ അതുപോലെ ഫത്വക്ക് സിറ നമുക്കാണെങ്കിൽ അതുപോലാണ് പറഞ്ഞാൽ മതി. യഅലമു സിർറഹും അത് നോക്കണം, അത് സുക്കൂനാണ്. സിർറഹും വനജ്വാഹും അവിടെയും സുക്കൂനുള്ള മീമാണ്. മീമിൻ്റെ ശേഷമുള്ളത് മീമും ബാവും, അല്ലെങ്കിൽ മീമാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കുക, ബാ ആണെങ്കിൽ മറച്ച് മണിക്കുക, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, വ്യക്തമാക്കുക.
സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്. അലം യഅലമൂ അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്. 79. നാവിന്റെ തലഭാഗം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ, മേലെയുള്ള മുൻപല്ലിന്റെ മുന്നിലുള്ള പല്ല്, ആ മുന്നിലുള്ള പല്ലിന്റെ ആ വലിയ രണ്ട് പല്ലുണ്ട് മുന്നിലുള്ള, ആ രണ്ട് പല്ലിന്റെ താഴെ ഭാഗത്ത് തട്ട. ഇത് ഇസ എന്ന് പറയുന്നത്, ഇസ എന്ന് പറയുമ്പോൾ അല്ലേ, നാവ് ഉള്ളിലാണ് ഉള്ളത്, നാവ് പുറത്ത് കിടുക. നാവിൻ്റെ തലഭാഗം പുറത്ത് കിട്ടിട്ട് പറയാം. ആ നേരിയ തലഭാഗം എന്ത് ചെയ്യാം, പുറത്ത് കിട്ടിട്ട് അല്ലദീന യൽമിസൂന, അവന് എന്നല്ല എന്നാണ് അല്ലേ. യൽമിസൂനൽ മുത്തവ്വിഈന, യൽമിസൂനൽ മുത്തവ്വിഈന, മുത്തവ്വിഈന വാവ് ത്വ ശബ്ദമുണ്ട്. യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത്, ഫീ സ്വദഖാത്ത് എന്നല്ല, ഫിസ്സദഖാത്ത്. ഫീ നീട്ടാൻ വന്നു, ശേഷമുള്ള സ്വാദിന് ശബ്ദാണ്. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, വസലിൻ്റെ ഹംസത്തുൽ വസലുണ്ട്. ഹംസത്തുൽ വസൽ എന്ത് ചെയ്യൂല, കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കൂല. ഫിസ്വ, ഫിസ്വ, ലാമിന് സുക്കൂനില്ല, അപ്പം പിന്നെ എന്ത് ചെയ്യൂല, അലിഫും ലാമും ഉച്ചരിക്കൂല. ഫിസ്വ മിനൽ മുഅ്മിനീന ഫിസ്സദഖാതി വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും فيسخرون منهم سخر الله منهم ولهم عذاب أليم ولهم عذاب أليم الذين يلمزون المطوعين من المؤمنين في الصدقات. നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം, അവസാനത്തെ അക്ഷരത്തിന് നിർത്തുകയാണെങ്കിൽ, സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റോപ്പ് ചെയ്യാറുണ്ടോ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക, അതിനാണ് വഖഫ് എന്ന് പറയാം. ഈ വഖഫിൻ്റെ സമയത്ത് നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ സുക്കൂൻ ചെയ്യാം. ഫിസ്വദഖാത്ത് ആണ്, തായിന് നീട്ടാനൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ തായിന് സുക്കൂൻ കൊടുക്കുക. കൊടുക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടോ നോക്കണം. അവിടെ ഉണ്ടെങ്കിൽ ഈ തായിന് സുക്കൂന് അതിന് മുമ്പുള്ള നീട്ടാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ കുറച്ച് നീട്ടണം. ഫിസ്വദഖാത്ത് വല്ലദീന എന്നുള്ള വല്ലദീൻ നിർത്തുമ്പോൾ വല്ലദീൻ നൂന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള യാ വന്നു. ലാ യജിദൂൻ നൂന് സുക്കൂന് തൊട്ട് മുമ്പ് വാവ് വന്നു, നീട്ടാനുണ്ട്. അവിടേക്ക് മദ് ആരിൽ വരുന്നതാണ്. ഫിസ്സദഖാതി വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. 80-ാമത്തെ ആയത്ത് ഇസ്തഗ്ഫിർ ലഹും. ഇവിടെ എന്താണ് ഈ പറഞ്ഞത് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 3-ാമത്തെ അക്ഷരം ലൊമ്മ അല്ലെങ്കിൽ അലിഫ്. ഇവിടെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള ഹംസത്തുൽ വസ്ൽ വരുന്ന സ്ഥലങ്ങളിൽ തുടക്കത്തിൽ അലിഫും ലാമും ആണെങ്കിൽ ആന്ന് വരും, ഇല്ലെങ്കിൽ പിന്നെ ആന്ന് വരില്ല. അലിഫും ലാമും ഉണ്ടെങ്കിൽ ആന്ന് വരുള്ളൂ. അല്ലെങ്കിൽ 3-ാമത്തെ അക്ഷരം ഏകദേശം എല്ലാ പദങ്ങളിലും 3-ാമത്തെ അക്ഷരം എല്ലാം പൂർണ്ണമായിട്ട് വരും എന്നല്ല പറഞ്ഞേ. ഏകദേശം 3-ാമത്തെ പദങ്ങളിൽ 3-ാമത്തെ അക്ഷരം താന് ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുക്കുക, ഇല്ലെങ്കിൽ കസർ കൊടുക്കുക. ഫത്ത് കസർ ആണെങ്കിൽ കസർ കൊടുക്കുക. ഇവിടെ ഫത്ത് ആയതുകൊണ്ട് കസറാണ് കൊടുക്കേണ്ടത്. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും. ഇൻ തസ്തഗ്ഫിർ ലഹും. ഇവിടൊക്കെ റായിനെ ശ്രദ്ധിച്ചുകള്. ഈ റായിനെ തെർക്കീക്ക് ചെയ്യണം. റായിനെ തെർക്കീക്ക് ചെയ്യേണ്ട, തെർക്കീക്ക് എന്ന് പറഞ്ഞാൽ ലഘുവാക്കേണ്ട, കരം കുറച്ചുകൊണ്ട് നേർപ്പിച്ചുകൊണ്ട് പറയേണ്ട സ്ഥലങ്ങൾ.
ആ സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ്. റാഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ ഫിർ എന്നല്ല പറയാ, ഫിർ ഫിർ ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും. അവിടെയും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ 70 മറത്തൻ എന്നാണുള്ളത്. ഹാത്ത എപ്പോഴും എന്ത് ചെയ്യും, നിർത്തുമ്പോൾ സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. 70 മറ فلن يغفر الله لهم ഇദ്ഗാം ബിഗുന്നയുടെ നൂനിന്റെ നിയമമാണ്. فلن يغفر الله لهم. ഇവിടെ നിർത്തുകയാണെങ്കിൽ, നിർത്തണം എന്നല്ല പറഞ്ഞേ, നിർത്തുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പറയാണ്. ഫലൻ യഗ്ഫിറ എന്നാണുള്ളത്. നിർത്തുകയാണെങ്കിൽ അവിടെ റാഇന് സുക്കൂൻ ചെയ്യണം, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണമല്ലോ. അപ്പോൾ റാഇന് സുക്കൂൻ ചെയ്തു, തൊട്ട് മുമ്പ് കസറാണ്. അപ്പോൾ ഫലൻ യഗ്ഫിർ. ഇനി കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിർ. അതാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ അവിടെ നിർത്തി. ഞാൻ ഒന്നെങ്കിൽ ഇങ്ങനെ ഓതാ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. അപ്പോൾ ഇതിന് പ്രശ്നമില്ല. ഇനി അഥവാ അവിടെ നിർത്തിയിട്ട് ബാക്കി ഓതാണെങ്കിൽ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. അപ്പം എന്ത് ചെയ്തു, ഖുർആനിന് സുക്കൂൻ ചെയ്തു. നമ്മൾ നിർത്തുമ്പോൾ എങ്ങനെയാന്നുള്ള വിഷയമാണ്. ഖുർആനിൽ എന്ത് ചെയ്യുക, നമ്മൾ ചിഹ്നം കാണുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നിർത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കൂട്ടി ഇങ്ങനെ വായിച്ചിങ്ങനെ പോവുക. ഇവിടെ സ്റ്റോപ്പുള്ളടത്ത് നിർത്തുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൂട്ടി എടുത്ത് വായിക്കുക. എടുത്ത് വായിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഉദ്ദേശത്തോടു കൂടെ ഓതുക. ജീം എന്നുള്ളതിൻ്റെ അടയാളമാണ് വഖഫ് ജായിസാണ്, അനുവദനീയമാണ് എന്നതിൻ്റെ അടയാളമാണ് അല്ലേ. അപ്പോൾ അവിടെ നിർത്താം. ഞാൻ അവിടെ നിർത്തിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. ആയത്തിൻ്റെ അവസാനം അത് നിർത്തിച്ചിട്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഒരാൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓതി പോകണതിന് തടസ്സമൊന്നുമില്ല. എങ്കിലും അവിടെ ആയത്തിൻ്റെ അവസാനമൊക്കെ എന്ത് ചെയ്യുക, നിർത്തുക. ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. والله لا يهدي നീട്ടാൻ വന്നു. ശേഷമുള്ളത് ഹംസത്തുൽ വസ്ലാണ്, ഉച്ചരിക്കൂല. കൂട്ടി വയ്ക്കുമ്പോൾ ലാമിന് സുക്കൂനാണ്. സുക്കൂൻ വന്നാൽ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ എന്ത് ചെയ്യൂല, നീട്ടുകയില്ല. ലാ യഹ്ദിൽ എന്ന് പറയില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ യഹ്ദിൽ എന്ന് പറയില്ല. യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. استغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. فرح المخلفون بمقعدهم خلاف رسول الله الله لا അള്ളാഹു എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ പിന്നെ അള്ളാഹ് എന്നല്ല പറയാം, ലാ എന്ന് പറയാം. റസൂലില്ലാഹ് وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്തിനെ നിർത്തേണ്ടത്, നീട്ടാനുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തേണ്ടത് ഹർറാ. ലൗ കാനൂ യഫ്ഖഹൂൻ അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഹർറല്ല. തൻവീന് ശേഷം ലാമുറാവുന്ന എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നൂനിന് ശേഷം ലാമുറാവുന്ന കൂട്ടി വയ്ക്കുക, മണിക്കണ്ട. ഹർറൻ ലൗ കാനൂ യഫ്ഖഹൂൻ. فرح المخلفون بمقعدهم
خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون فليضحكوا قليلا تنوين فتح وليبكوا كثيرا تنوين فتح جزاء بما كانوا يكسبون جزاء അവിടെ തൻവീനാണ് തൻവീൻ്റെ ശേഷം മീം വന്നു അല്ല ബാ വന്നു അപ്പം എന്ത് ചെയ്യണം അവിടെ മീമായി കൊടുക്കണം തൻവീനെ മീമായി കൊടുക്കണം അൻ എന്നുള്ളത് ആം എന്നാക്കാം മീമ ജസാഅം മീമ് അതിനാണ് മീമിൻ്റെ ചിഹ്നം ആ തൻവീനെ മാറ്റി മീമിൻ്റെ ചിഹ്നം കൊടുത്ത് അതിനു വേണ്ടിയാണ് മീമ വരണം ജസാഅം ബിമാ കാനൂ യക്സിബൂൻ യക്സിബൂൻ ഒന്നുകൂടെ فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون നൂൻ്റെ ശേഷം നേരത്തെ പറഞ്ഞു തൻവീൻ്റെ ശേഷം ലാമ റ വന്നാൽ എങ്ങനെ വയ്ക്കാം ഇതൊന്ന് വായിച്ചു നോക്കി ശരിയാ നോക്കി ശരിയാവുന്നുണ്ടോ ആ വാക്കൊന്ന് വായിച്ച് അടുത്ത ആയത്തെ നൂനിൻ്റെ ശേഷം ഒന്ന് എന്താ നിയമം ഒന്ന് അറിയിച്ചു ഇത് കമൻ്റായിട്ട് ഒന്ന് അറിയുന്നവർ കമൻ്റായിട്ട് എന്ത് ചെയ്യുക ഒന്ന് രേഖപ്പെടുത്തി എന്താ നിയമം ഇപ്പം നേരത്തെ പറഞ്ഞു അല്ലേ എന്താണ് നിയമം ഇദ്ഗാമും ബിലാഗുന്ന ശരി തന്നെയല്ലേ നമ്മളിങ്ങനെ ഓരോ പറയുന്ന വിഷയങ്ങൾ ഒന്ന് കമൻറ്റിലായിട്ട് എഴുതിയാൽ അത് കമൻറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ആളുകളിലേക്ക് എത്താനും സഹായകരമാകും അതിന് പുറമെ നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അറിയുന്ന വിഷയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം മറക്കാതെ എന്നൊന്നും ഓർമ്മയിൽ നിൽക്കാൻ അത് നല്ലതാണ് കമൻ്റായിട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുക പറയുന്ന വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പറയുന്ന വിഷയങ്ങൾ അതിങ്ങനെ എന്ത് ചെയ്യുക വെറുതെ ഇങ്ങനെ ഏതെങ്കിലും ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു പേപ്പർ എടുക്കുക ഏതെങ്കിലും ഒരു ഇഞ്ഞ പേപ്പർ എടുക്കുക ഇനി പത്രം ന്യൂസ് പേപ്പർ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക ഇന്നതാണ് വിഷയം ഖുറാൻ എഴുത്ത് എഴുതി വെക്കരുത് ഖുറാൻ്റെ എഴുത്തുകൾ എഴുതി വെക്കണ്ട പിന്നെ അത് എന്ത് ചെയ്യും പിന്നെ നമ്മൾ അത് എഴുതിയാൽ പിന്നെ അതിൻ്റെ ബഹുമാനതൊക്കെ കൊടുക്കണില്ല അപ്പോൾ പിന്നെ അത് നമുക്ക് അവിടെയും ഇവിടെ ഇടാൻ പറ്റില്ല പറഞ്ഞ വിഷയങ്ങൾ എന്ത് ചെയ്യുക അവിടെ എന്ത് വേണമെങ്കിൽ എഴുതി കൊടുക്കുക അപ്പോൾ നമുക്ക് അറിയുന്ന വിഷയം തന്നെ അത് നമ്മളെ മനസ്സിൽ എന്നും നിൽക്കും പ്രത്യേകിച്ച് മുതിർന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക മനസ്സിലിങ്ങനെ നിൽക്കുന്നില്ല എന്നുള്ള ഒരു ഇതല്ല നമ്മൾ മനസ്സിൽ നിൽക്കും എന്നൊരു ഉറച്ച വിശ്വാസം നമ്മൾ കൊടുക്കുക മനസ്സിന് തന്നെ കൊടുക്കുക ഇൻഷാ അല്ലാഹ് അതവിടെ നിൽക്കുകയും ചെയ്യും അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ എഴുതുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്ഥിരമായിട്ട് എന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും പലരും പറയുന്നൊരു വിഷയമാണ് പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ നമ്മളാരും പ്രയാസപ്പെടേണ്ട ബുദ്ധിമുട്ടാകേണ്ട നമ്മളെക്കൊണ്ടാകുന്ന രൂപത്തിൽ ചെയ്യുക ഞാൻ പറഞ്ഞ വിഷയം ഇനിയിപ്പോൾ എഴുതാൻ പറഞ്ഞല്ല ഉസ്താദ് എഴുതാൻ പറഞ്ഞല്ല ഇനിയിപ്പോൾ എന്താ കാട്ടെ എഴുതാനല്ലോ എന്ന് പറഞ്ഞിട്ട് എഴുതാനും നിൽക്കണ്ട കഴിയുന്നവരെ എഴുതിയാൽ മതി മറക്കാതിരിക്കാനുള്ള ഓർമ്മയിൽ എപ്പോഴും നിൽക്കാനുള്ള ഒരു ഇതാണ് നമ്മളെ കയ്യിനൊക്കെ ഒരു ചലനം കിട്ടുകയും ചെയ്യല്ലോ നമ്മൾ എഴുത്തൊക്കെ കുറഞ്ഞു നിൽക്കണം പണ്ടൊക്കെ കത്തും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ നമ്മളൊക്കെ ഒരു ക്ലിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ആയത്ത് കൂടി നമുക്ക് ഓതാം ഇവിടെ ഇദ്ഗാമും ബിലാഗുന്നയാണ് ഫഇർറജഅകല്ലാഹു ഇലാ ഖായിഫതിൻ മിൻഹും അടുത്ത വാക്ക് ഒന്ന് ഓതി നോക്കി ഫ കഴിഞ്ഞിട്ട് ഒന്ന് ഓതി നോക്കി ഫ എന്ന് വായിക്കുക ഫ നീട്ടലുണ്ടോ ഇല്ല ഫസ്തഅ്ദനൂക ലിൽഖുറൂജ് ഫഖുൽ അടുത്ത ഒന്ന് വായിക്ക് അടുത്ത വായിക്ക്
ആ വരി ഒന്ന് വായിച്ചു നോക്കി. നമ്മളിത് ഫഖുല്ല ഇങ്ങനെ വായിക്കുക. ഫഖുല്ല ആദ്യത്തെ ലാമ് പറയില്ല. ഫഖുല്ലൻ തഖ്റുജു ഫഖുല്ലൻ തഖ്റുജു മഅയ അബദ മഅയ അബദ മഅയ അബദ വലൻ തുഖാതിലു മഅയ അദുവ. തൻവീൻ ഫത്ഹാണ്, നിർത്തുമ്പോൾ അദുവ. ഇൻ മഅയ 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 ഇന്നകും റളീതും ബിൽ ഖുഊദ് ഇന്നകും റളീതും ബി. മീമിന്റെ ശേഷം ബാ വന്നു, ഇഖ്ഫാ. മീമിന്റെ നിയമങ്ങൾ പറഞ്ഞു. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ബി ഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യാം. മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കണം. റളീതും 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 ബിൽ എന്ന് പറയുന്നത് അപ്പോൾ വ്യക്തമായി, ഒഴിവാക്കാനും പറ്റില്ല. റളീതും ബിൽ ഖുഊദി അവ്വല മറ ഫഖഉദു മഅൽ ഖാലിഫീൻ. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن تخرجوا معي أبدا ولن تقاتلوا معي عدوا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഓതി ദുആ ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين فلما آتاهم من فضله بخلوا به وتولوا وهم معرضون فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون ألم يعلموا أن الله يعلم سرهم ونجواهم وأن الله علام الغيوب الذين يلمزون المطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم استغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون
فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن تخرجوا معي أبدا ولن تقاتلوا معي عدوا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين صدق الله العلي العظيم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم അർഹമുർറഹീമായ റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, പരിശുദ്ധ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ പവിത്രമായ ദിവസത്തിൽ, ഈ പവിത്രമായ രാവിലെ വെള്ളിയാഴ്ച ദിവസത്തിൽ റഹ്മാനായ റബ്ബേ, പരിശുദ്ധ കലാമ് ചൊല്ലിയിട്ട് ഓതിയിട്ട് നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്, നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. റഹ്മാനേ റബ്ബേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും ഞങ്ങൾ ചെയ്തതുമായ, ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാവിധ പ്രവർത്തനങ്ങളും നീ ഖബൂലാക്കണേ അല്ലാഹ്. അർഹമുർറഹീമായ അല്ലാഹ്, സാധുക്കളാണ്, ഞങ്ങൾക്ക് വേണ്ടതിന് ഓശാരമായിട്ട് നൽകണേ അല്ലാഹ്, വേണ്ടതിന് ഖൈറായ സമയത്തിന് എത്തിച്ച് നൽകണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവസാനം കലിമ ചൊല്ലി മരിച്ച നിന്റെ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്. മഹത്തുക്കളായ മുഴുവൻ മുഅ്മിനീങ്ങളായ ആളുകള് ഈ ലോകത്ത് നിന്ന് എങ്ങനെയാണോ വിട പറഞ്ഞത്, അതുപോലെ ഞങ്ങൾക്കും വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബാധ്യതകളൊന്നുമില്ലാതെ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് ജീവിക്കാനും ഇബാദത്തിലായി കൊണ്ട് കഴിഞ്ഞുകൂടാനും ധാരാളം കാലം ദീനിന് വേണ്ടി സേവനം ചെയ്യാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ മുത്തായ തങ്ങളുടെ ആ പൂമുഖം ദർശിച്ചുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുന്നാര ശറഫാക്കപ്പെട്ട തിരുമുഖം കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ പരിശുദ്ധ കലാം റഹ്മാനായ റബ്ബേ അവിടുത്തേക്ക് കിട്ടിയ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ആ പരിശുദ്ധ കലാം റഹ്മാനായ റബ്ബേ ആ നിന്റെ കലാം പാരായണം ചെയ്യാൻ ധാരാളമായിട്ട് പഠിക്കാനും പാരായണം ചെയ്യാനും ഖത്മുകൾ തീർക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ പ്രേക്ഷകരായ ഒരുപാട് ആളുകളുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, റഹ്മാനെ റബ്ബേ കുട്ടികളുണ്ട്, സഹോദരന്മാരുണ്ട്, റഹ്മാനെ റബ്ബേ ധാരാളമായിട്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ്. ധാരാളം ദിവസേന പേജുകളോളം ആഴ്ചകളെ കൊണ്ട് റഹ്മാനെ റബ്ബേ ആഴ്ച കൊണ്ട് മാസങ്ങളെ കൊണ്ട് ഖത്മ് തീർക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളായ ആളുകളുണ്ട്. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളമായിട്ട് ഖത്മുകൾ തീർക്കാൻ നല്ല നിയ്യത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടെ എല്ലാം പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ഈ ചെറിയ ക്ലാസ് ആണെങ്കിലും റഹ്മാനായ റബ്ബേ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. റഹ്മാനായ റബ്ബേ അവർക്ക് വേണ്ടുവോളം നമ്മളൊക്കെ ഉണ്ടാവുന്ന രൂപത്തിൽ ക്ലാസ് എടുക്കാനും റഹ്മാനായ റബ്ബേ നല്ല നിയ്യത്തോടുകൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും നീ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇൽമിൽ നീ വർധനവ് നൽകണേ അല്ലാഹ്. നാഫിയായ ഇൽമിനി പ്രദാനം ചെയ്യണേ അല്ലാഹ്. നാഫിയായ ഇൽമിനി പ്രദാനം ചെയ്യണേ അല്ലാഹ്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഞങ്ങളെ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ കൃത്യസമയത്ത് തന്നെ അവലിൽ വക്ത് തന്നെ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള സാഹചര്യം നീ ഒരുക്കി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നീ ഒരുക്കി തരണേ അല്ലാഹ്. ഈ പരിശുദ്ധ ഖുർആൻ ക്ലാസ് എടുക്കാനും കേൾക്കാനും പാരായണം ചെയ്യാനും പഠിക്കാനും അതൊരു സൗഭാഗ്യമാണ്. നമ്മുടെ പ്രേക്ഷകരായ മുഴുവൻ ആളുകൾക്കും റഹ്മാനായ റബ്ബേ വലിയ സൗകര്യമാണ്, വലിയ താല്പര്യത്തോടുകൂടെയാണ് ക്ലാസ് കേൾക്കുന്നത്. പരിശുദ്ധ കലാം അത് കൃത്യമായിട്ട് ഓതണം എന്ന നിയ്യത്തോടുകൂടെ പഠിക്കാൻ വേണ്ടി വരുന്ന മുത്തഅല്ലിമീങ്ങളാണ്. റഹ്മാനായ റബ്ബേ പഠിതാക്കളാണ്. എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. നല്ല ഹിഫ്ള് നൽകണേ റഹ്മാനേ. നല്ല അഖൽ നൽകണേ റഹ്മാനേ. പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ ഹൃദയത്തിൽ നീ ഉറപ്പിക്കണേ അല്ലാഹ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും റഹ്മാനെ റബ്ബേ പല ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് പല ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. റഹ്മാനെ റബ്ബേ അവരൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനേ. മറ്റുള്ളവർക്ക് ഉപകരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ അവരൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ആരെല്ലാം ക്ലാസ് കേൾക്കുന്നുണ്ടോ റഹ്മാനെ റബ്ബേ, പ്രായമുള്ളവരുണ്ട്, വലിയ പ്രായമുള്ള ആളുകൾ, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, പഠിക്കണമെന്ന ഖുർആൻ പാരായണം ചെയ്യണമെന്ന ആ ഒരു വലിയ മഹത്തായ ഉദ്ദേശത്തോടു കൂടെയാണ് അവർക്കൊക്കെ നീ കണക്കില്ലാത്ത പ്രതിഫലം നൽകണേ റഹ്മാനെ. കിതാബുകളിൽ നീ രേഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. രേഖപ്പെടുത്തി നൽകണേ അല്ലാഹ്. റഹ്മാനെ റബ്ബേ നാളെ മരിച്ചു ചെല്ലുന്ന സമയത്ത്, മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത്, ഖബറിൽ ചെല്ലുന്ന സമയത്ത് റഹ്മാനെ റബ്ബേ സിറാത്ത് പാലം കടക്കുമ്പോൾ മുത്തായ തങ്ങളെ കൂടെ നിൽക്കാൻ ഞങ്ങൾ ഓതിയ ഖിറാഅത്ത് നീ കാരണമാക്കണേ അല്ലാഹ്.